നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ ഫ്രം ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ നിന്ന് BHIC 134 യൂണിറ്റ് 5 ആണ് ഇന്നിവിടെ നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മളുടെ റിവോൾട്ട് ഓഫ് 1857 1857 നമ്മുടെ പറയുകയാണെങ്കിൽ സിപ്പോയി മ്യൂട്ടിനിയുടെ കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ മ്യൂട്ടിനി ഇവിടെ ഉണ്ടായത്, എന്തൊക്കെ കാരണങ്ങൾ, എങ്ങനെയൊക്കെ വന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ പരിണാമങ്ങൾ, ഇതാണ് നമ്മൾ അതേസമയം വരെ ഇതിനെ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റിൽ നോക്കുമ്പോൾ നമ്മൾ ഇതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇതാണ് തുടക്കം കുറിച്ചത്. അതായത് നാഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രീഡം സ്ട്രഗിളിന്റെ ഒരു തുടക്കം കുറിച്ച ഇതാണ്. ഇവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ 1857 നമ്മുടെ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല, സാധാരണമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ റൂൾ അല്ല. പക്ഷെ ഇവിടെ ഒരു കൂട്ടം വ്യവസായികൾ ഇന്ത്യയിൽ വരുന്നു. അവര് ബ്രിട്ടീഷ് കമ്പനി, അതായത് വ്യവസായത്തിനുള്ള കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ലെവലില് കമ്പനി സ്ഥാപിക്കുന്നു. കമ്പനി സ്ഥാപിച്ച് ഇവിടെ നിന്ന് കച്ചവടം നടത്തുന്നു. കച്ചവടം നടത്തുന്നതിന്റെ കൂട്ടത്തിൽ ഓരോ സ്ഥലത്തും അവര് അവരുടേതായ കഴിവുകൾ ഉപയോഗിച്ച് കൂടുതലായിട്ട് അവരെ താമസിക്കാൻ, അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മ്യൂട്ടനി അല്ലെങ്കിൽ ഒരു റിവോൾട്ട് അല്ലെങ്കിൽ ഒരു അഭിനിവേശം ഉണ്ടാക്കാനുള്ള കാരണം? അവര് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ കാര്യം. പക്ഷെ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ തുടക്കം കുറിച്ച വാറ്, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. ആദ്യമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുടങ്ങിയ ആദ്യത്തെ യുദ്ധം എഗെയിൻസ്റ്റ് ആരായിട്ടാണ്? ഇംഗ്ലീഷുകാരായിട്ട്. എന്തിനാണ്? അവരിവിടെ അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. ഓൾ ഇന്ത്യ ലെവലിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു. അവർ കുറച്ചായിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും അവരുടെ അധീനതയിൽ കൊണ്ടുവരികയും അവരുടെ താല്പര്യങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബിസിനസ് എത്രത്തോളം അവർക്ക് കച്ചവടം കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും, അതായിരുന്നു അവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒരു നാഷണൽ റിവോൾട്ടായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസോ എന്ന് ഭരിക്കാൻ കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചെറിയ വാറല്ല, ഒരു തുടക്കം കുറിക്കലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. പിന്നെ നമ്മൾ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാരോട്, അല്ലെങ്കിൽ ഈ അഭിനിവേശം, ഈ വെള്ളക്കാരോട് നമുക്ക് ദേഷ്യം തോന്നാനുള്ള കാരണങ്ങളാണ് നമ്മൾക്ക് ഇനിയിപ്പോ പറഞ്ഞു വരാൻ പോകുന്നത്. ഫിറംഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷുകാരെന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു അർത്ഥം. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അവരോട് ഇത്രത്തോളം ദേഷ്യം വന്നു, എന്തുകൊണ്ട് അവരോട് നമുക്ക് വിരോധം വന്നു, എന്ത് കാരണത്താൽ നമ്മൾ അവരെ ഇവിടെ നിന്ന് കടത്തണം, അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് തോന്നാനുള്ള കാര്യങ്ങളും അതിനുള്ള തുടക്കം കുറിച്ച വാറാണ് റിവോൾട്ട് ഓഫ് 1857. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ചില കാരണങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് കാരണങ്ങളാണ്, അതായത് പെട്ടെന്ന് തുടങ്ങാനുള്ള കാരണം. ചിലത് മനസ്സിൽ നേരത്തെ കൊണ്ട് നടന്നിരുന്ന വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യം. നമ്മുടെ ആൾക്കാരെ അവർ വളരെ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് അവർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് ബിസിനസ്സുകാര് ഇന്ത്യൻ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അറിഞ്ഞോ അറിയാണ്ടോ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ആ ചൂഷണം ചെയ്ത് മാത്രമല്ല, അവര് നമ്മുടെ രാജ്യങ്ങൾ പല കാരണങ്ങളാൽ പല സ്റ്റേറ്റിനെ പിടിച്ചടക്കി അവരുടെ ആധിപത്യം കൂടുതലാക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അതൊരു ഇറിറ്റേഷൻ ഉണ്ട് നമുക്ക് മനസ്സിൽ. അണ്ടർലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ മനസ്സിന്റെ അകത്ത് ഒരു കോണിൽ കിടപ്പുണ്ട്. ആ കോണിൽ കിടക്കുന്ന ദേഷ്യത്തിന് പുറത്തു വരാനുള്ള ഒരു ഔട്ട്ലെറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഔട്ട്ബ്രേക്ക്, ഒരു ഇഗ്നേഷൻ ആയിട്ടാണ് ഇത് വരുന്നത്.
നമ്മൾ ആദ്യകാലത്ത് കണ്ടു. ഇന്നലത്തെ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു, 1757 ബംഗാളിൽ അവര് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ പിടിച്ചടക്കുകയും ബംഗാളിനെ അവരുടെ കയ്യിൽ കൺട്രോൾ ചെയ്യുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ബംഗാൾ സാമ്രാജ്യം അല്ലെങ്കിൽ ബംഗാൾ പ്രോവിൻസിനെ അവരുടെ കയ്യിൽ ഒതുക്കുകയും ചെയ്തു. അവിടെ ഈ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കൂട്ടം കച്ചവടക്കാരാണ്. അവരുടെ കച്ചവടക്കാരന്റെ എപ്പോഴുമുള്ള ഉദ്ദേശം, എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, എത്രത്തോളം എനിക്ക് സമ്പാദിക്കാൻ പറ്റും, അതാണ് അവർ നോക്കുക. അല്ലാണ്ട് ഈ രാജ്യത്തിലുള്ളവരുടെ സുഖക്ഷേമങ്ങൾ അവർ അതിനെപ്പറ്റി അവര് ബോധേഡല്ല. അപ്പോ അതാണ് ആദ്യത്തെ ഇത്. ചൂഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഇവര് കർഷകരെ ചൂഷണം ചെയ്തതെന്ന് പറയാം. അതെന്താന്ന് വെച്ചാല്, ആ കാലഘട്ടത്തിൽ നമ്മളുടെ രാജ്യത്ത് ഇന്ത്യ കാർഷിക വിഭവങ്ങൾ കൊണ്ട് മേജറായിട്ട് നമ്മള് കാർഷികമാണ് നമ്മളുടെ മേജർ. അഗ്രികൾച്ചറൽ കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ ഇവിടെ നമ്മൾ കർഷകൻ വിതയ്ക്കുന്നു, കൊയ്യുന്നു, ജീവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കർഷകന്റെ പ്രോഡക്റ്റുമാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അല്ലാണ്ട് ഇവിടെ ഇൻഡസ്ട്രി അല്ല. അന്നത്തെ കാലത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ അത്ര വന്നിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ കർഷകന്റെ കർഷകന്റെ ജീവിതം മുഴുവനും നിലത്തിനെ സംബന്ധിച്ചിട്ടാണ്. നിലം ഉഴാൻ ഉപയോഗിക്കുന്ന നിലമാണ് അവന്റെ സ്വത്ത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ്, അതിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങളാണ് അവന്റെ സമ്പാദ്യം. ആ സമ്പാദ്യം കൊണ്ടാണ് അവന്റെ കുടുംബവും അവന്റെ പരമ്പരയും ജീവിച്ചു പോകുന്നത്. അപ്പൊ അത്രത്തോളം കാർഷികത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു രാജ്യത്ത് അത് കാർഷികം എവിടെ ചെയ്യാൻ പറ്റും? നിലത്തില്. അതായത് പാടത്തോ കൊയ്യുന്ന ആൾക്കാരാണ്, പാടത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കർഷകർ. അപ്പൊ അവരുടെ ലാൻഡ് എന്ന് പറയുന്നത്, അവരുടെ ഭൂമി എന്ന് പറയുന്നത് അവരുടെ സമ്പാദ്യമാണ്. അതിനെ ആണ് ഇവരിവിടെ പല വിധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറ്റുന്നത്. ഓരോ സിസ്റ്റത്തില് പെർമനന്റ് സിസ്റ്റം, ലാൻഡ് സെറ്റിൽമെന്റിന്റെ സിസ്റ്റത്തിനെ അവരൊന്ന് മാറ്റിമറിച്ചു. പെർമനന്റ് സിസ്റ്റം, റോയറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ഇതൊക്കെ ഒന്നിനൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കൂടുതൽ പരാമർശിക്കുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഒന്നിനൊന്നും എത്രത്തോളം ചൂഷണം ചെയ്യാൻ പറ്റും, ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് മാറി മാറി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മളിവിടെ അനുഭവിച്ചത് ഈ പെർമനന്റ് സിസ്റ്റം ആദ്യം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബംഗാളിലാണ്. ബംഗാൾ പ്രോവിൻസസിലാണ് ഇതിനെ കൊണ്ടുവന്ന് ആ ബംഗാൾ ഭാഗം മുഴുവനും അവരുടെ കൺട്രോളിലാക്കി. എന്നിട്ട് എന്തൊക്കെ അവരുടെ ന്യായങ്ങൾ ഉണ്ടായിരുന്നോ, തലമുറയായിട്ട് വന്നിരുന്ന റൈറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ ആധിപത്യം, അല്ലെങ്കിൽ അവകാശം, കർഷകന് അവന്റെ നിലത്തിനോടുള്ള അവകാശം, അതെന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി അവര് ബോധവാൻ ആകാണ്ട് ഉള്ള ഒരു സിസ്റ്റമാണ് പെർമനന്റ് സിസ്റ്റത്തെ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്, ജമീൻദാർ എന്ന് പറഞ്ഞാൽ, ജമീൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ജമീൻദാർ എന്ന് പറഞ്ഞാൽ ആ ലാൻഡിനെ നോക്കുന്ന ആൾ, അല്ലെങ്കിൽ ലാൻഡ് ലോർഡ് എന്ന് പറയാം. ഈ ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ ജമീൻദാറും ടാക്സ് കരം പിരിക്കുന്നവരും, ടാക്സ് കളക്ഷൻ അല്ലെങ്കിൽ റവന്യൂ കളക്ഷൻ എന്ന് പറയുമ്പോൾ കരം പിരിക്കുന്നവരും, ഇവർ രണ്ടുപേർക്കും ആ ആധിപത്യം, അതായത് ആ അവകാശം, പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡിന്റെ മേലുള്ള അവകാശം അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ പറ്റുക? ഈ കർഷകൻ വെറും ഒരു എന്താണ് വാടകക്കാരൻ മാതിരി, അവന്റെ വിശ്വാസം, അവൻ ഇത് എന്റെ മണ്ണ്, എന്റെ സ്ഥലം, എന്റെ പ്രൊഡക്ഷൻ, എന്റെ സ്വത്ത് എന്നുള്ളത് പോയിട്ട് അവിടെ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന മാതിരി, അതായത് എന്റെ ജോലി ഈ പാടത്ത് അല്ലെങ്കിൽ ഈ ലാൻഡിൽ വിളയിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവന് ഒരു സാധാരണക്കാര് കർഷകന്മാര് ചെയ്യുന്നത് എപ്പോഴും അവർക്ക് അവരുടെ ജീവനെക്കാട്ടിലും വലുതാണ് കർഷകൻ അവന്റെ സ്ഥലം. നമ്മളിവിടെ കേരളത്തിലും കണ്ടിട്ടുണ്ട്, കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവന് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവൻ പലതും ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അത് സാധിക്കാണ്ട് വരുമ്പോഴാണ് കർഷകൻ ആത്മഹത്യ ചെയ്യുക. കടം കയറുമ്പോഴാണ് അയാള് ആത്മഹത്യ ചെയ്യുക. ഓക്കെ, ഇവരെന്തൊക്കെയാണ് കൊടുത്തിരുന്നത്? എങ്ങനെയാണ് ഈ ലാൻഡ് ലോർഡ്സിനെ ഒരു വിധത്തിലും
ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ കർഷകനെ അവരുടെ ലാൻഡ് ലോഡ്സ് പുതിയതായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ പുതിയതായിട്ട് ലാൻഡിന്റെ ഉടമസ്ഥ അവകാശമുള്ള ആൾക്കാരെ ഉണ്ടാക്കി. അവരുടെ സിറ്റുവേഷൻ അങ്ങനെ പുതിയതായിട്ടുള്ള ഉടമസ്ഥ ഉണ്ടാക്കുന്നത് വലിയ ആപത്താണ് കർഷകന്. പിന്നെ അത് മാത്രമല്ല, കർഷകൻ കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിളവിന് 10% അവര് കമ്പനിക്ക് കൊടുക്കണം. അപ്പൊ കമ്പനിക്ക് കൊടുക്കാൻ വാടക മാതിരി, ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്നു, വാടക കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ വന്ന് നമ്മളെ പുറത്താക്കും. അതേമാതിരി ഇവിടെ അവന്റെ സ്ഥലത്തിൽ അവൻ കൃഷി ചെയ്യുന്നു എങ്കിൽ കൂടിയും കൃഷി ചെയ്ത് വരുമാനത്തിൽ നിന്ന് 10% ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തില്ലെങ്കിൽ ആ പ്രോപ്പർട്ടീന്, ആ പാടത്തിന് അവര് വേറെ ആൾക്ക് വിൽക്കും. അപ്പോൾ അത് അവന്റെ ജീവിതമാർഗമാണ്. കർഷകന്റെ ജീവിതമാർഗത്തിന് തുടച്ചു മാറ്റി വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോൾ അവരുടെ മാനസികമായിട്ടും അവർ വലിയായിട്ട് കഷ്ടപ്പെടും, സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടും, ശാരീരികമായിട്ട് കഷ്ടപ്പെടും. എല്ലാ വിധത്തിലും കർഷകനെ പിഴിഞ്ഞെടുക്കുക എന്നുള്ള ഒരു പോളിസിയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുത്തുകൊണ്ടിരുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അവിടെ വരുമ്പോഴത്തേക്കും ഒരു കാലഘട്ടത്തിൽ കർഷകൻ ഈ വിളവെടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാനുള്ള ഒരു ചൂതാട്ടം മാതിരിയാണ്, ഗാമ്പിൾ എന്ന് പറയും. കാരണം ഇതിനെ നമ്മള് വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണുന്നത് കർഷകൻ വിത്തിടണമെങ്കിലും വിളവ് നടന്നെങ്കിലും മഴേനെയും പലതിനെയും ഡിപ്പെൻഡ് ചെയ്താണ്, നാച്ചുറൽ ആയിട്ട് വരുന്ന കാലങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോ ഒരു സമയത്ത് മഴ തീരെയില്ല, അല്ലെങ്കിൽ ഒരുപാട് മഴ, എക്സസ് മഴ, കൂടുതൽ മഴ പെയ്ത് അവന്റെ വിളവെടുക്കുന്ന സമയത്ത് മഴ പെയ്താൽ അവന് നഷ്ടമാണ്. വിത്തിടുന്ന സമയത്ത് മഴയേ ഇല്ല, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് വിത്ത് വിതച്ചാൽ വിത്ത് വളരില്ല. അപ്പോൾ അതും അവന് തെറ്റാണ്. അത് കാലഘട്ടം അനുസരിച്ച് വിളവിന്റെ അല്ലെങ്കിൽ കൃഷിയുടെ കാലം അനുസരിച്ച് അതിന് അവിടെ മഴയും വെള്ളവും അതിന്റെ വിളവും ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇതെപ്പോഴും ചില സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് മാറിപ്പോയാൽ അത് അവന് കർഷകന് ഉപദ്രവമാവും. അവൻ എന്ത് പറ്റും, കടം മേടിച്ചിട്ടായിരിക്കും കർഷകൻ ചെയ്തിട്ടുണ്ടാവുക, അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റും കൂടി വരും. അതുകൊണ്ടാണ് ഈ കർഷകന്മാർ എപ്പോഴും ത്രൂ ഔട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ദരിദ്രന്മാരായിട്ടിരിക്കും. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി പോവുകയാണ്. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പണക്കാരനാകും എന്നുള്ള പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കടം മേടിക്കുക, കൃഷി ഇറക്കുക, നെല്ല് ധാന്യമോ വിളയിക്കുക, അത് വിൽക്കുക, കടം വീട്ടുക, പിന്നെയും കടം മേടിക്കുക. ഇതാണ് അവരുടെ പ്രോസസ്സ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ പരിപാടി മുഴുവനും വെള്ളത്തിലായി പോകും. പിന്നെ നിവർത്തിയില്ല, കടം മേടിച്ച മണി ലെൻഡർ അയാളുടെ വീട്ടിൽ വന്ന് സാധനങ്ങൾ വലിച്ചെറിയും, വീട് ജപ്തി ചെയ്യും, കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ പുറത്തു കിടക്കും, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ കൂട്ടമായിട്ട് കൂടെ ആത്മഹത്യ ചെയ്യാനുണ്ട്. അപ്പൊ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് തീരെ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് അവരെങ്ങനെ ചെയ്യുക. ഒരാളും ജീവന്റെ അവസാനിപ്പിക്കണം എന്ന് മോഹിക്കുന്ന ആൾക്കാരല്ലല്ലോ നമ്മൾ ആരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇവിടെ. അതായത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. എപ്പോഴും നേച്ചറിന്റെ കൺട്രോൾ അനുസരിച്ചിട്ടാണ്. മഴ വരേണ്ട സമയത്ത് മഴ വരണം, മഴ വിതച്ച വിത്ത് വളർന്നു വരുന്ന സമയത്ത് മഴ വേണം. അത് വിളവ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അരിയോ നെല്ലോ ആയി കതിര് വന്ന ശേഷം കൂടുതൽ മഴ വന്നാൽ അത് മുഴുവൻ വെള്ളത്തിൽ പോകും. അപ്പൊ ഇങ്ങനത്തെ പല വിധത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും. ഇത് കൂടാണ്ട് ഈ കർഷകരെ നമ്മളുടെ ഈ ചെറിയ ചെറിയ ഓഫീസേഴ്സ്, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള ഓഫീസേഴ്സ് ഉപദ്രവിക്കാൻ തുടങ്ങി. അവരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരോട് ടാക്സ് മേടിക്കാൻ തുടങ്ങി. മണി ലെൻഡർ, കടം കൊടുത്ത ജമീന്ദാറോ അല്ലെങ്കിൽ കടം കൊടുത്ത ധനികനോ ആയ അവരെ ഉപദ്രവിക്കും. ചെറിയ ചെറിയ ഓഫീസേഴ്സ്, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റാങ്കിലുള്ളവരും ഇവരുടെ അടുത്ത് ഉപദ്രവങ്ങൾ ചെറിയ ചെറിയ വിധത്തിൽ ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഇൻ ദ സെൻസ് കളക്ഷൻ, ടാക്സ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും
നീട്ടിക്കൊണ്ടു പോവുക. നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ചില സമയത്ത് ഒരു കാര്യവും നടക്കില്ല. പതുക്കെ പതുക്കെ നിരങ്ങിയേ പോകുള്ളൂ. അപ്പൊ എല്ലായിടത്തും അവർക്ക് കർഷകന് ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അവന് ജീവിക്കാൻ പറ്റാത്തൊരു നില വരും. ഇനി അങ്ങനെ ഒരു നില വന്നു, ശരി, നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു ഇതിനെപ്പറ്റി ആരോട് പോയി പറയും? നമുക്ക് പറയാൻ പറ്റുന്ന കോർട്ട് ഓഫ് ലോ. കോർട്ട് ഓഫ് ലോയിൽ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എത്രത്തോളം നമുക്ക് ഫേവർ ആയിട്ട് കിട്ടുന്നുള്ളത് കർഷകന് പറയാൻ പറ്റില്ല. കാരണം കർഷകന്മാർ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കയ്യൊപ്പായിരിക്കും അവരിടുന്നത്. അങ്കൂട്ട ചാപ്പ എന്ന് പറയും ഹിന്ദിയിൽ. അപ്പോ കയ്യൊപ്പിട്ട് ഇടുന്ന ആൾക്കാരോട് ഈ കർഷകന്റെ സ്ഥലം അവന്റെ സ്വന്തം സ്ഥലമാണെങ്കിൽ തന്നെ ജമീന്ദാർമാർ ഇത് ചെയ്യാറുണ്ടായിരുന്നു. കാരണം അവരുടെ പേപ്പറിൽ, ഈ മുദ്രപത്രത്തില് അവരെ കൊണ്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒപ്പിടിയിക്കും, കയ്യൊപ്പിടിയിക്കും. എഴുതാനോ വായിക്കാനോ അറിയാത്തവരാണ്. അപ്പൊ കയ്യൊപ്പിട്ടിൽ അതിന്റെ മേലെ അവർക്ക് എന്തൊക്കെ വേണമെങ്കിലും എഴുതി ഉണ്ടാക്കാം. ഞാൻ തന്നില്ലെങ്കിൽ എന്റെ സ്ഥലം നിങ്ങളുടെ പേരിലേക്കാവും. അങ്ങനെയാണ് ഈ ജമീന്ദാർമാരും മണി ലെൻഡേഴ്സും ഈ പാവങ്ങളെ, കർഷകരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതും കൂടെ കോടതിയിൽ പോയാലും അവർക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ഈ ഒപ്പുപ്രകാരം, എന്താണ്, മുദ്രപത്രത്തിലെ ഒപ്പുപ്രകാരം അവർക്ക് സ്ഥലം നഷ്ടപ്പെടും. അവരുടെ സ്ഥലം വേറെ ആള് എടുക്കും, അല്ലെങ്കിൽ പണം കൊടുത്തവൻ എടുക്കും, അല്ലെങ്കിൽ ജമീന്ദാർ എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ അതിന് മാൽ പ്രാക്ടീസ് ചെയ്ത് അവര് കഷ്ടപ്പെടും. അപ്പോഴും ഈ കർഷക കുടുംബം കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ രാജാക്കന്മാര്, ചെറിയ ചെറിയ രാജാക്കന്മാരെ ഇവര് എങ്ങനെ പിടിച്ചടച്ചു. അവതില് നമ്മൾ ഒരു ലോർഡ് ഡൽഹൌസിയുടെ കാലത്തിൽ 1856 ഡൽഹൌസി പോളിസി കൊണ്ടുവന്നു. ലോർഡ് ഡൽഹൌസിന്റെ കാലഘട്ടമാണത്. അവിടെ ഈ അവധ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ അവർ പിടിച്ചെടുക്കുക. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കാണ്. പോളിസി എന്താന്ന് വെച്ചാല്, നവാബ്, അവിടുത്തെ നവാബ് വസീദ് അലി ഖാൻ ഒരു സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ മിസ്മാനേജ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റേറ്റിനെ പിടിച്ചടക്കുന്നത്. അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയാം, ചെറിയ ചെറിയ കൊച്ചു മൈനർ ആയിട്ടുള്ള രാജാക്കന്മാര്. അപ്പൊ അവിടെ ഡൽഹൌസിന്റെ റൂൾ പ്രകാരം നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങളുടെ മാനേജ്മെന്റിൽ ശരിയായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന അവരെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1856 ഡൽഹൌസി അവധ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ, അവധ് എന്ന് പറയുന്ന രാജ്യത്തിനെ പിടിച്ചെടുക്കുമ്പോ പറയുന്ന കാരണം മാനേജ്മെന്റ് ശരിയല്ല, മിസ്മാനേജിങ്, നിങ്ങളെ ഭരിച്ചത് ശരിയല്ല, ശരിയായ വിധത്തിലല്ല നിങ്ങൾ ഭരിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ എടുക്കുക. ഇങ്ങനെ പോയി. പിന്നെ അതേമാതിരി തന്നെ സാട്ര 1848 ഇതേ പോളിസിയിൽ അവരെ പിടിച്ചെടുക്കുന്നു. നാഗ്പൂർ ആൻഡ് ഝാൻസി, അവിടെ എന്താ പറഞ്ഞ വെച്ചാല്, ഈ പ്രിൻസിലി ക്ലാസ്സിന് അടുത്ത രാജാവാകാൻ ആ രാജാവിന്റെ മകൻ ഇല്ലെങ്കിൽ, സ്വന്തമായിട്ട് മക്കള് ഇല്ലെങ്കിൽ, ആ നമ്മളുടെ കാലഘട്ടങ്ങളിൽ എനിക്ക് കുട്ടികളില്ലെങ്കിൽ എന്റെ കൂടപ്പറപ്പിന്റെ മക്കളെ നമ്മള് ദത്തെടുത്തിട്ട് നമ്മളുടെ സ്വത്തിന്റെ അവകാശിയാക്കി മാറ്റും. അതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇവര് ഈ ഡൽഹൌസിയുടെ പ്രോബ്ലത്തില്, ആ ഇഷ്യൂസിൽ കൊണ്ടുവരുന്നത്, നാച്ചുറലായിട്ട് അച്ഛന്, രാജാവിന്റെ മകനായിട്ട് സ്വന്തം മകൻ ഇല്ലെങ്കിൽ, അടുത്ത അവകാശി ഇല്ലെങ്കിൽ നിങ്ങൾ ദത്തെടുക്കാൻ പാടില്ല. ദത്തെടുത്തവർക്ക് അത് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ഥാനത്തിൽ രാജാവാകാനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കാനോ പറ്റില്ല. അതാണ് അവിടുത്തെ ആ പോളിസി. ആ പോളിസിയിലാണ് ഝാൻസിയിലും 1854 അവരുടെ ഝാൻസി സ്റ്റേറ്റിനെ പിടിച്ചെടുക്കുന്നത് ഒരു സ്വയമേ ഉള്ള രാജാവിന്റെ അനന്തരാവകാശി ഇല്ല എന്നുള്ള കാരണത്താണ്. അങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്. പിന്നെ നാനാ സാഹിബിന്റെ കാര്യം പറയുമ്പോഴോ, നാനാ സാഹിബ് എന്ത് ചെയ്തു, ഒരു പെൻഷൻ ഉണ്ടായിരുന്നു, പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷന് കൊടുത്തില്ല. ആ പെൻഷൻ ആർക്ക് കൊടുത്തില്ല? ഈ അഡോപ്റ്റഡ്, അതായത് ദത്തെടുത്ത പുത്രൻ പെഷവ ബാജി റാവു സെക്കൻഡ്, ആ അഡോപ്റ്റഡ് സൺ ആണത്, അല്ലെങ്കിൽ ദത്തെടുത്ത പയ്യനാണ് പെഷവ ബാജി റാവു. അത് റെഫ്യൂസ് ചെയ്തു. ആ പെൻഷൻ നാനാക്ക് കൊടുത്തിരുന്ന പെൻഷന് നിർത്തലാക്കി.
അപ്പോൾ അവിടെയും പ്രശ്നങ്ങളായി. ആ കാരണം പറഞ്ഞുകൊണ്ട് ആ സ്ഥലവും അവർ പിടിച്ചടക്കുക. പിന്നെ പിന്നത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഈ ബ്രിട്ടീഷ് കമ്പനിയിലുള്ള ഓഫീസർ എപ്പോഴും അവർ സ്വയമേ വലിയ വലിയ ആഭിജാത്യമുള്ളവര് അല്ലെങ്കിൽ വലിയ വലിയ എന്തോ വലിയ സ്ഥാനമാനങ്ങളുള്ളവര്, പക്ഷെ ബാക്കിയുള്ള ഇവിടെ ഇന്ത്യയിലുള്ളവരെല്ലാരും മോശമായ ആൾക്കാരും. അതേ മാത്രമല്ല അവരൊക്കെ ഒരു പുച്ഛമായിരുന്നു. അതായത് ഇന്ത്യൻസിനെയൊക്കെ ഈവൻ രാജാക്കന്മാരെ കൂടെ ഈ ബ്രിട്ടീഷുകാർക്ക് രൂപത്തിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അവരോടൊന്നും അധികം ഇടപഴകില്ല. കാരണം അവർക്കൊരു തോന്നല് ഞങ്ങൾ വെള്ളക്കാരാണ്, സ്കിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ആധിപത്യം കൂടിയവരാണ്, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ വലിയ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു തോന്നല് മനസ്സിലുള്ളതുകൊണ്ട് താഴ്മയോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് അവർ അടുത്ത് ഇടപഴകിയില്ല. ഇടപഴകിയാൽ തന്നെ വളരെ പുച്ഛമായിട്ട് അവരെ ട്രീറ്റ് ചെയ്തിരുന്നു. അങ്ങനത്തെ അതൊരു പ്രാക്ടീസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ സിപ്പോയ് മ്യൂട്ടിനി ഡെവലപ്പ് ആയത്. ഇത് എന്തുകൊണ്ട് ഡെവലപ്പ് ആയെന്ന് വെച്ചാൽ, സിപ്പോയ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷിന്റെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കച്ചവടത്തിന് വന്നവരാണ്. കച്ചവടത്തിന് വന്ന കച്ചവടക്കാര് എന്തിനാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആർമി ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്നലെ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അവര് കോട്ടകൾ കെട്ടി, ഫോർട്ട് കെട്ടിയിട്ട് അവിടെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങി. കെട്ടുന്ന സമയത്ത് പെർമിഷൻ മേടിക്കുന്നത് ഞങ്ങൾക്ക് റോ മെറ്റീരിയൽ സാധാരണ സാധനങ്ങൾ വയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത സാധനങ്ങൾ പോർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ പാക്ക് ചെയ്ത് വെക്കാനാണ്. ആ അഭിപ്രായം പറഞ്ഞിട്ടാണ് കോട്ട കെട്ടാനുള്ള പെർമിഷൻ രാജാക്കന്മാർ മേടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആയുധങ്ങളും പടക്കോപ്പുകളും കൊണ്ടുവന്ന് നിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആർമി മാതിരി അവര് അവിടെ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ആ ആർമി നിങ്ങൾ പിന്നെയും ഞാൻ പറയാണ്, ഇത് കച്ചവടക്കാരാണ്. ഗ്രൂപ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടക്കാരാണ്. അവർക്ക് എന്തിനാണ് സോൾജേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് ആർമി? അപ്പൊ ഒരു ബ്രിട്ടീഷ് ആർമി അവരുടെ ഉദ്ദേശം കുറച്ചായിട്ട് നമ്മൾ കൺട്രോൾ എടുക്കുക എന്നുള്ളതാണ്. ആ ആർമി ഉണ്ടാക്കിയിട്ട് ആ ആർമിയില് അല്ലെങ്കിൽ അതിൽ ഒരു ഏറ്റവും താഴ്ന്ന ലെവലില് ഓടാനും പണി ഏറ്റവും താഴ്ന്ന ലെവൽ കാലാൾപ്പട ലെവലിലാണ് നമ്മുടെ ഇന്ത്യൻസിനെ അഡ്മിഷൻ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ജോലി കൊടുത്തിരുന്നെന്ന് പറയാം. ഈ ജോലി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരെ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ. അപ്പോൾ സിപ്പോയി എന്നാണ് അവരെ പറയാ. ലോവർ ഗ്രേഡ് ആയിട്ടുള്ള ഏറ്റവും താഴ്ന്ന ലെവലില്. ഇവർക്ക് മേലെ വലിയ കമാൻഡർ ലെവലിലേക്കൊന്നും വരാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും താഴത്തെ കാലാൾപ്പട അതായത് വെടിയുണ്ടോ വെട്ടുകൊണ്ടോ ചാകാനുള്ള ആൾക്കാരെന്നർത്ഥം. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ഇവരെ ഏത് ഗ്രാമത്തിൽ നോർത്ത് ഇന്ത്യയില് കഷ്ടപ്പെട്ട കർഷക ഗ്രൂപ്പിൽ നിന്നവരാണ് ഇവരൊക്കെ. അവരെന്തിനാ അവിടെ നിന്ന് വന്നു വെച്ചാല് എന്തെങ്കിലും ശമ്പളം കിട്ടുമല്ലോ, മാസാമാസം നമുക്ക് ശമ്പളം കിട്ടും, ശമ്പളത്തിനെ കൊണ്ട് നമ്മുടെ കുടുംബത്തിനെ സഹായിക്കാം, ഈ ഉദ്ദേശത്താണ്. അപ്പൊ ഇവിടെ ഈ മിലിറ്ററി സർവീസിൽ അവർ ജോയിൻ ചെയ്തതിന്റെ അർത്ഥം തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. എന്തുകൊണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ കർഷകന്റെ കുടുംബത്തിലുള്ളവരാണ് ഇവരൊക്കെ. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും അവിടെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് കൃഷി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവരാണ് ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവർക്ക് കൊടുത്തിരുന്ന സാലറിയോ വളരെ തുച്ഛമായ സാലറി, 9 രൂപ 10 രൂപ മാക്സിമം. ഈ സാലറി കൊണ്ട് ഇവർക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കണം, യൂണിഫോമിനുള്ള പൈസ കൊടുക്കണം, ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് മാറണമെങ്കിൽ പ്രൈവറ്റ് ലഗേജ് ഉണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കണം. അങ്ങനെ അവരെ കൊടുത്ത സാലറിന്റെ 3/4 ഭാഗവും തിരിച്ച് അവർക്ക് തന്നെ കിട്ടുന്ന വിധത്തിലാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് വലിയ പൊസിഷനും കിട്ടില്ല. ഏറ്റവും വലിയ പൊസിഷൻ സുബേദാറാണ്. അതിന് മേലെ പ്രൊമോഷൻ ഇല്ല. അടുത്ത സ്ലൈഡിലേക്ക്. ഇവിടെ പിന്നെ ഒരു കാര്യം വന്നത് റിലീജിയനെ പറ്റിയിട്ടുള്ള ഒരു മതഭ്രാന്താണ്. എന്താന്ന് വെച്ചാല് ഈ സമയത്ത് കുറെ ആൾക്കാരെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഹിന്ദു ആൾക്കാരെയൊക്കെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റി. അപ്പൊ ക്രിസ്ത്യൻസ്
ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻസ് ആണ് അവരുടെ റിലീജിയൻ, അല്ലെങ്കിൽ അവരുടെ മതം ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ബെനിഫിറ്റ്. ഈ ചെറിയ മീനിനെ ഇട്ടിട്ട് വലിയ മീനിനെ നമ്മൾ കൊത്തിയെടുക്കില്ലേ, അല്ലെങ്കിൽ ചൂണ്ടയിടില്ലേ, അതേമാതിരി ചെറിയൊരു ബെനിഫിറ്റ് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ക്രിസ്ത്യാനിറ്റി ആയാൽ, നിങ്ങൾ ക്രിസ്ത്യനായി കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ബെയ്റ്റുകൾ, ചെറിയ ചെറിയ ചൂണ്ടയിൽ കൊളുത്തുന്ന മാതിരിയുള്ള സൗകര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പാവപ്പെട്ട കർഷകൻ അവൻ അറിയാണ്ട് തന്നെ ഈ അവന്റെ മനസ്സാന്തര വന്ന് അവൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ക്രിസ്ത്യനായി മാറുന്നു, ഹിന്ദു ക്രിസ്ത്യനായി മാറുന്നു. ഈ കേസ് ഇവിടെ റിലീജിയനെ പറ്റി അല്ലെങ്കിൽ മതഭ്രാന്തിനെ, അവരുടെ മതത്തിനെ, ക്രിസ്ത്യാനിറ്റിയെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത പോളിസി എന്താന്ന് വെച്ചാല്, ഒരു കാരണവശാലും ഇന്ത്യൻസ് അവരുടെ ജാതിയുടെ സിംബോളിക് ആയിട്ട് ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ തിലകമിടും, പല ജാതിക്കാർക്കും പല വിധത്തിലുണ്ട്. നെറ്റിയിൽ തിലകമിടും, ആണും പെണ്ണും തിലകമിടും, ടർബൻ കെട്ടും. അങ്ങനെ ഓരോ മതത്തിനും അതിൻ്റെതായ ബെഞ്ച് മാർക്കുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ് മാർക്കുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ആർമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നത്തെ കാര്യം എന്താ വെച്ചാല്, ഒരു ബോണ്ട് എഴുതി കൊടുക്കണം. ഈ ബോണ്ടിൽ എന്താ പറഞ്ഞിട്ടില്ല വെച്ചാൽ, കടൽ കടന്ന് പോവാനുള്ള ഒരു സമ്മതപത്രമാണ്. കടൽ കടന്ന് പോവാന്നുള്ളത് അന്നത്തെ കാലത്ത് നമ്മുടെ ഹിന്ദു റിലീജിയനില് ഇത് ആക്സെപ്റ്റ് ആയിരുന്നില്ല. നമ്മൾ കടൽ കടക്കാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ കാണിച്ചു പോകുമ്പോൾ അവരുടെ വിശ്വാസം, ഹിന്ദുസിന്റെ വിശ്വാസം, കടൽ കടന്നാൽ പിന്നെ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ എന്നാണ് അതിനെ പറയാ, അത് നമ്മൾ തിരിച്ചു വരില്ല എന്നുള്ള ഒരു തോന്നല് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പോൾ അത് ഞാൻ തയ്യാറാണ്, ജോലിയിൽ ജോയിൻ ചെയ്താൽ എന്താവശ്യത്തിനും കടൽ കടക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണെന്ന് ഒരു സമ്മതപത്രം കൊടുക്കണം. ഇത് ആയപ്പോഴത്തേക്കും 47ാമത്തെ റെജിമെന്റ്, ഓരോ റെജിമെന്റിന് ഓരോ നമ്പർ ഉണ്ട്, ഗ്രൂപ്പിനാണ് റെജിമെന്റ് എന്ന് പറയാം. ഈ റെജിമെന്റ് ആയിട്ടുള്ള സിപ്പോയിസ് അല്ലെങ്കിൽ സോൾജേഴ്സിന് ബാരാക്പൂരിലുള്ളവര് അവര് ബർമയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ, സീ റൂട്ട് വഴി ബർമയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറഞ്ഞു, നോ, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ഡിസൊബേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റൂളിനെ എതിർത്തു എന്നും വരാം. അടുത്തത്, ഇനി ഇത് കൂടാണ്ട് ഇവിടെ നമ്മൾ വേറൊന്ന് കണ്ടിട്ടുള്ളത് എന്താ വെച്ചാല്, വേറെ വിധത്തിലുള്ള ഉയർച്ചകളാണ്, അപ്രൈസിംഗ് ആണ്, ചെറിയ ചെറിയ കാര്യങ്ങള്. ഇവരെന്താ ചോദിച്ചാൽ 1844 7 ബറ്റാലിയൻ ആൾക്കാർ എന്തിനു വേണ്ടിയിട്ട് അവര് റിവോൾട്ട് ചെയ്തു, എന്തിനു വേണ്ടിയിട്ട് അവര് എതിർത്തു? സാലറി പോരാ, അല്ലെങ്കിൽ അലവൻസ് ബാറ്റ പോരാ, അല്ലെങ്കിൽ അലവൻസ് പോരാ, ഇതിനു വേണ്ടി ഞങ്ങൾക്ക് കൂടുതൽ വേണം എന്നുള്ള ഒരു അഭിപ്രായം വന്നപ്പോഴത്തേക്കും അവരെയൊക്കെ ഇവരുടെ കണ്ണിൽ പൊടി വീഴുന്ന മാതിരിയുള്ള അവർ അത് ഇഷ്ടപ്പെടുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ കമ്പനി എന്താ പറയുന്ന വെച്ചാൽ, അങ്ങനെ ആരെങ്കിലും എതിർത്താൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾ ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ 100% അനുസരിച്ചോളണം. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ഈ ആർമിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അനുസരിച്ചോളണം. ഞങ്ങൾ തരുന്ന സാലറി നിങ്ങൾ ഉപയോഗിച്ചോളണം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അണുവിട വിടാണ്ട് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ബ്ലൈൻഡ് ഒബീഡിയൻസ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും എതിർത്താൽ അവരെ ഞങ്ങളുടെ ശത്രുവായിട്ട് കാണും, അല്ലെങ്കിൽ ഞങ്ങള് അവരെ വേണ്ട വിധത്തിൽ അവരെ ഉപദ്രവിക്കും. അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ അവരെ എതിർക്കുന്നവരെ അവർക്ക് ഇഷ്ടമല്ല. ഒപ്പോസ് ചെയ്യുന്നവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് താല്പര്യപ്പെട്ടു. 1816 തൊട്ട് 32 വരെ ഒരു കുൽച്ച റബല്യൻ നടക്കുന്നുണ്ട്. കോൾ അപ്രൈസിംഗ് ഉണ്ട് 1831. സന്താൽ അപ്രൈസിംഗ് ഉണ്ട് 1855, 56. ഇതൊക്കെ ഈ അപ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു വിപ്ലവമാണ്, ചെറിയൊരു വിപ്ലവം. ആ വിപ്ലവങ്ങളിലെല്ലാം എന്താണെന്ന് ഇവര് പറഞ്ഞു വെച്ചാല്, മിലിറ്ററിന്റെ റൂൾസും റെഗുലേഷൻസും പോയിന്റ്സും ഇവരെയൊക്കെ മിലിറ്ററിയിൽ ഡിസൊബേ ചെയ്തു, അല്ലെങ്കിൽ
ക്വസ്റ്റ്യൻ ചെയ്തു, അധികാരിയെ ക്വസ്റ്റ്യൻ ചെയ്തു, അധികാരി പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഇവര് വിപരീതമായിട്ട് വർക്ക് ചെയ്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്ന അവരുടെ മേലിൽ ചാർത്താൻ തുടങ്ങിയത്. ഇനി ഇത് ഇങ്ങനെയൊക്കെ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്നൊന്ന് ഉണ്ടായത്. ഏത് കാരണത്തിനും ഏത് ഒരു വാറിനും ഒരു ഇതൊക്കെ നമ്മൾ സാധാരണ യുദ്ധത്തിനെ പറ്റി പഠിക്കുമ്പോൾ 2 കാരണങ്ങൾ പറയാറുണ്ട്. ഒന്ന് അണ്ടർലൈങ് റീസൺസ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു വിരോധം അല്ലെങ്കിൽ വിഷമം ഉള്ള ഒരു സിറ്റുവേഷൻ, അതാണ് അണ്ടർലൈൻ റീസൺസ് എന്ന് പറയാം. പിന്നെ അടുത്തത് ഇമ്മീഡിയറ്റ് റീസൺസ്. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഫ്രഞ്ച് ലൂയി ദ 14th ഭരണത്തിനെ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അണ്ടർലൈന് ആൾക്കാർക്ക് ആ ഭരണാധികാരിന്റെ ഭരണം അത്ര താല്പര്യമായിരുന്നില്ല. പക്ഷെ ഇതേമാതിരി തന്നെ ഇമ്മീഡിയറ്റ് റീസൺസും ഉണ്ടായിരുന്നു. ഇവിടെ പറയുമ്പോൾ ആ വഴക്കുണ്ടാവാൻ അല്ലെങ്കിൽ ഈ വിപ്ലവം ഉണ്ടാവാനുള്ള ഇമ്മീഡിയറ്റ് കോസ് എന്താന്ന് വെച്ചാല്, അതായത് ഒരു ഇഗ്നേഷൻ, ഒരു തീ കൊടുത്താനുള്ള വേണമല്ലോ. ആ തീ കൊടുത്തിയത് ഒരു കാർട്ടേജസ് ഉണ്ട്, അതായത് ഇവരുടെ റൈഫിളിൽ ഇടുന്ന കാർട്ടേജസ്. ഈ ലെസൺസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. 5, 6, 7, 8 ഒക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ലെസൺസിൽ പഠിക്കുന്നുണ്ട്. കാരണങ്ങള് സിപ്പായി മ്യൂട്ടിനിയെ പറ്റി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കാർട്ടേജ് നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ ആ സമയത്ത് ഹിന്ദുക്കളും മുസൽമാന്മാരും കൂടുതൽ. അതില് ഹിന്ദുവിന് പശു അല്ലെങ്കിൽ അതൊരു വലിയൊരു ഗോമാത എന്നാ പറയാ, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ സ്ഥാനമാണ് പശുവിനും കൊടുത്തിരുന്നത്. മുസ്ലിംസിന്റെ നോക്കുമ്പോൾ അവര് പന്നീനെ അല്ലെങ്കിൽ പിഗിനെ ഒരു അഗ്ലി ആനിമൽ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ കാരണം ഇതിൽ എന്താ വരുന്നത് വെച്ചാല്, ഈ കാർട്ടേജിന്റെ പുറത്തൊരു കവറുണ്ട്. ആ കാർട്ടേജിനെ ഗ്രീസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കവർ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പന്നിയുടെയും പശുവിന്റെയും ഇറച്ചിയോ ഫാറ്റോ എന്താണെന്നാണ് അവര് ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അത് കാർട്ടേജ് ഇതിന്റെ അകത്തേക്ക് ഇടുന്നതിന് മുമ്പ് അവര് കടിച്ചു വലിച്ചു മാറ്റണം. ഈ സോൾജേഴ്സ് ഇത് കടിച്ചു വലിച്ചു മാറ്റിയിട്ട് വേണം റൈഫിളിലേക്ക് ലോഡ് ചെയ്യാൻ. അപ്പോൾ എന്താ പറ്റുന്നത്, 2 മതക്കാരുടെയും, ഹിന്ദുസിന്റെയും അതേമാതിരി മുസൽമാന്റെയും മനസ്സിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരും. ഞങ്ങൾ ഇത് തൊടില്ല, ഞങ്ങൾ ഈ ഗ്രീസ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഉപയോഗിക്കില്ല. കാരണം മുസൽമാന് അത് പന്നിയുടെ ഗ്രീസ് ഉണ്ട് അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ട് അതിൽ, ഹിന്ദു സോൾജറിന് അവരുടെ ഹിന്ദുവിന്റെ പശുവിന്റെ ഇതുണ്ട്. അപ്പൊ ഇത് രണ്ടുപേരും ഒരേമാതിരി, 2 സോൾജേഴ്സ്, 2 മതത്തിൽപ്പെട്ട സോൾജേഴ്സ് അല്ലെങ്കിൽ സിപ്പായിസ് ഒരേമാതിരി ഇതിനെ എതിർത്തു. അങ്ങനെയാണ് ഈ സിപ്പായി റിവോൾട്ടിന് തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നാണ്. ഇവർ 2 പേരും പറഞ്ഞു അവരുടെ ഉദ്ദേശം, അവര് മനസ്സിൽ വിചാരിച്ച എന്താ വെച്ചാൽ ഇവര് നിർബന്ധമായിട്ട് നമ്മളെ മതം മാറ്റാനുള്ള അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യിക്കുകയാണ്, നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുള്ള ആ ഒരു കോസ്, ആ ഒരു മനസ്താപം ആണ് ഇതിന്റെ തുടക്കം കുറിക്കാനുള്ള കാരണം. ഇനി എന്ത് പറ്റുന്നു, എങ്ങനെ വരുന്നു, ആ സമയത്താണ് മംഗൾ പാണ്ഡെ, നിങ്ങൾ ഒരു സിനിമ കൂടെ വന്നിരുന്നു മംഗൾ പാണ്ഡെനെ പറ്റിയിട്ടുള്ള അത് ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളാണ്. അത് സിനിമയാക്കി കൊണ്ടുവന്നപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. 29 മാർച്ച് 1857 ഈ മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ യങ് ആയിട്ടുള്ള ഒരു സോൾജർ ബാരാക്പൂറിന്റെ ഇതില് സ്റ്റേഷന് ബാരാക്പൂരിലുള്ള ആ ആർമിയിലുള്ള ആളാണ് മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, അയാള് ആ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അറ്റാക്ക് ചെയ്തു. തിരിച്ച് ഞങ്ങളുടെ മേധാവിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാം. അപ്പോ ആ മംഗൾ പാണ്ഡെ ഒരു സാധാരണ സോൾജർ ബ്രിട്ടീഷ് ഓഫീസറെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവര് വെറുതെ ഇരിക്കില്ല, അവര് വേഗം അവനെ പിടിച്ച് തൂക്കിക്കൊല്ലുക ചെയ്യുന്നത്. ഈ തൂക്കിക്കൊല്ലുന്നതിന് ശേഷം ഉടനെ തന്നെ റിയാക്ഷനായി. 24-ാം തീയതി ഏപ്രിൽ 24-ാം തീയതി 90 അല്ലെങ്കിൽ 90 ആൾക്കാര്, ആ 3rd നേറ്റീവ് കാവലറിയിലുള്ളവര് ഇതേ സാധനം, അതായത് ഈ തൂക്കിക്കൊല്ലല്
ഇന്ത്യ മുഴുവനും പരക്കുകയാണ്, ന്യൂസ് ഇങ്ങനെ പരക്കുകയാണ്. ഇങ്ങനെ ഇതിനെ റെഫ്യൂസ് ചെയ്തത് കൊണ്ട് മംഗൾ പാണ്ഡെനെ തൂക്കിക്കൊന്നു. ധൈര്യമുള്ള ഒരു പയ്യനായിരുന്നു. അങ്ങേരെ ഇത് റിവോൾട്ട് ചെയ്തു. മാത്രമല്ല അങ്ങേരെ അറ്റാക്ക് ചെയ്തുവല്ലോ, പോലീസ് ബ്രിട്ടീഷ് അധികാരനെ അറ്റാക്ക് ചെയ്തുവല്ലോ. അപ്പോൾ അവന് തൂക്കിക്കൊന്ന വിവരം എല്ലാവരും അറിയുകയും ഉടനെ തന്നെ അവരെയും ഇതേമാതിരി ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഒരു സ്റ്റേഷൻ 9 പേരും 90 പേരും പറഞ്ഞു ഞങ്ങൾ ഇത് തൊടില്ല, ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല. അപ്പോൾ ഇവരെന്താ ചെയ്തത്? ഈ 85 പേരെ ഡിസ്മിസ് ചെയ്തു. ആർമിയിൽ നിന്ന് ഡിസ്മിസും ചെയ്യുന്നു. 10 കൊല്ലത്തെ ഇംപ്രസൺമെന്റ് പണിഷ്മെന്റ് ആയിട്ട് 10 കൊല്ലത്തെ ഇംപ്രസൺമെന്റ് മെയ് 9-ാം തീയതി വരെയാണ് അവർക്ക് കൊടുക്കുകയാണ്. ഈ 85 പേർക്കും ജോലിയും പോയി, പണിഷ്മെന്റ് 10 കൊല്ലം ജയിലിനുള്ളിൽ. അത് 9-ാം തീയതി വന്നതും 10-ാം തീയതി അടുത്ത ദിവസം തന്നെ 10-ാം തീയതി ഈ ഗാരിസൺ മുഴുവനും അങ്ങോട്ട് ബ്രിട്ടീഷുകാരോട് എതിർക്കാൻ തുടങ്ങി. അതായത് 85 പേരല്ലേ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവരുണ്ടല്ലോ അവിടെ. അവർ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ആർമി ഓഫീസേഴ്സോട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. ഇനി ഗുജ്ജാറിന്റെ റിയാക്ഷൻ എന്താന്ന് വെച്ചാല്, അടുത്ത സ്ഥലങ്ങളിലുള്ളവര് ഈ മിലിറ്ററി ബസാസും എല്ലാം സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയകളിലുള്ളവരൊക്കെ വന്നിട്ട് അവരുടെ ഈ വെറുപ്പാണ്, അവരുടെ വെറുപ്പിനെ അവരെ പ്രകടിപ്പിക്കുകയാണ്. ബംഗ്ലാവ് ബേൺ ചെയ്യുക, അല്ലെങ്കിൽ തീയിടുക, എല്ലായിടത്തും പോയി അവരുടെ ഓഫീസേഴ്സൊക്കെ ലൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുപോവുക. അങ്ങനെ അടുത്തടുത്തുള്ളവരെല്ലാം വന്ന് ഈ റിവോൾട്ടിങ്ങിനെ സ്പ്രെഡായി വരികയാണ്. ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തിലേക്ക് ഇതിങ്ങനെ തീമാരി പടർന്നു പോവാണ്. അപ്പോൾ ഈ സിപ്പോയിസ് എല്ലാം ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് മീററ്റിൽ നിന്ന് അവര് ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിൽ വന്ന് അപ്പൊ ഡൽഹിയിലുള്ളവരും ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. എന്നിട്ട് റെബല്യസ് ആയിട്ടുള്ളവരും ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. അവരെന്താ ചെയ്ത്, ലാസ്റ്റ് ഓൾഡ് മാനാണ് ബഹദൂർ ഷാ. അങ്ങേരെ പറഞ്ഞു, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണെങ്കിൽ ഞങ്ങളെ നേതൃത്വം തരണം എന്ന് പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ഈ ചെറിയ തീയായിട്ട് തുടങ്ങിയ ഈ വിപ്ലവം അങ്ങ് സ്പ്രെഡായി, ഇന്ത്യ മുഴുവനും സ്പ്രെഡായി. ഈ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിൻ്റെതായ റിയാക്ഷനും ഉണ്ടാവും. ഈ റിയാക്ഷൻ എന്താന്ന് വെച്ചാല് ആർമി, പോലീസ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൊളാപ്സ് ആയി. കാരണം ഈ സ്പ്രെഡ് ആകുമ്പോഴത്തേക്കും എല്ലാവരും യുണൈറ്റ് ആവുകയാണ്, ആർമി അഡ്മിനിസ്ട്രേഷനുള്ളവരും പോലീസിലുള്ളവരും. പിന്നെ ബംഗാളിലുള്ള ആർമിക്കാരും അവരും വിപ്ലവകാരികളായി. നോർത്ത് വെസ്റ്റ് അവിടെ ഉള്ളവരും അവരെ ആയുധങ്ങളെടുത്ത് ബ്രിട്ടീഷുകാർക്ക് എതിർക്കാൻ തുടങ്ങി. പിന്നെ അലിഗർ, മണിപ്പൂരി, ബിന്ദാസ്പൂർ, ഇട്വ, മധുര, ആഗ്ര, എല്ലാ സ്ഥലത്തും ഓൾ ഓവർ ഇന്ത്യ, ഈസ്റ്റ് പഞ്ചാബ്, എല്ലാ ആർമിയിലുള്ളവരും ഇന്ത്യൻ ട്രൂപ്പിലുള്ളവരൊക്കെ എതിർക്കാൻ തുടങ്ങി. പിന്നെ ഇവരെന്താ ചെയ്ത്, ഖജനാവ് പോയി ലൂട്ടടിക്കും, അല്ലെങ്കിൽ തുറന്നെടുക്കും. ഗവൺമെന്റിന്റെ ട്രഷറി പോയി ലൂട്ട് ചെയ്യാണ്. പിന്നെ മാഗസീൻ എന്ന് പറയുന്നത് ആംസ് ആൻഡ് എമ്യൂണിഷൻസ് ആണ്, അതൊക്കെ എടുക്കുക. തോക്കുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ കോർട്ട് ഹൗസ് ഒക്കെ ബേൺ ചെയ്യുക, ജയിലൊക്കെ പോയി തുറന്ന് കൊടുക്കുക. ഇങ്ങനത്തെ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ സിപ്പോയ്സ് അല്ലെങ്കിൽ ഈ സോൾജിയേഴ്സ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് അവരങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റിന്റെ റെക്കോർഡൊക്കെ തീയിട്ട് നശിപ്പിക്കുക, മണി ലെൻഡേഴ്സിന്റെ റെക്കോർഡ്, എഴുതി വെച്ചിരുന്ന റെക്കോർഡൊക്കെ തീയിട്ട് നശിപ്പിക്കുക. അങ്ങനെ വരുമ്പോ റെക്കോർഡ് ഇല്ലല്ലോ, നിങ്ങൾക്ക് നാളെ ഞാൻ തന്നിട്ടില്ല എന്ന് പ്രൂഫ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരുടെ ദേഷ്യത്തിനെ അവർ പ്രകടിപ്പിച്ചു തുടങ്ങി. അതേസമയം തന്നെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്ത, അവര് ബ്രിട്ടീഷിന്റെ കോടതി, അല്ലെങ്കിൽ റവന്യൂ ഓഫീസ്, റവന്യൂ റെക്കോർഡ്സ്, പോലീസ് സ്റ്റേഷൻസ് എല്ലാം കയറി തീയിടലാണ് കൂടുതൽ തീയിട്ടാണ് കത്തിക്കുന്നത്. കാരണം ഇത് കത്തിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് റെക്കോർഡില്ല. അപ്പൊ അങ്ങനത്തെ സ്പ്രെഡിങ് ആണ് ഇതിന്റെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. ഈ റിയാക്ഷൻ ആയിട്ട് എന്ത് വരുമ്പോഴത്തേക്കും ഈ എല്ലാ കൊളോണിയൽ സിംബിൾസ് ആയിട്ടുള്ള ഇതൊക്കെ അവർ നശിപ്പിക്കാൻ തുടങ്ങി. അതായത് ഓരോ സ്ഥലത്തും ഞങ്ങൾ നേരിട്ട് വന്നില്ലെങ്കിൽ കൂടെയും ഞങ്ങളുടെ സിമ്പതികൾ, എല്ലാ മനുഷ്യരും, എല്ലാ മതജാതിയിലുള്ളവരും ഈ കൊളോണിയൽ
എതിർത്ത് കൊളോണിയൽ പവറിന് അല്ലെങ്കിൽ അവരോട് ഈ വ്യവസായം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വെറുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അവർക്ക് ഇത് തുടച്ച് മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം വന്നു. അപ്പൊ അവര് പറഞ്ഞു, നമ്മള് ഡൽഹി പോവാം, ഡൽഹിയില് ഹെഡ്ക്വാർട്ടേഴ്സ് പോയി ചലോ ഡൽഹി എന്നുള്ള ഒരു പോളിസിയില് അവര് എല്ലാരും മാർച്ച് ചെയ്ത് വരികയാണ്. അവിടെ ഡൽഹിയിലുള്ളവരോടും ഇവരോട് കൂടെ ജോയിൻ ചെയ്യാൻ വരും. ഏതെങ്കിലും വിധത്തിൽ ഏത് വിധമായാലും ബ്രിട്ടീഷ് ട്രൂപ്പിന് റോങ് ഇൻഫർമേഷൻ കൊടുത്ത് അവര് മാറി മാറി പോയിക്കൊണ്ടിരുന്നു. കാരണം ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുസും മുസ്ലിം യൂണിറ്റി ബായ് ബായ് എന്നുള്ള ആ ബന്ധം അവർ വളരെ സ്ട്രോങ് ആയിട്ട് നടന്നിരുന്ന സമയത്താണ് ഈ സിപ്പായ് മ്യൂട്ടിനി തുടങ്ങുന്നത്. അപ്പൊ സിപ്പായ് മ്യൂട്ടിനി കാരണം നമുക്ക് കിട്ടാൻ പറ്റുന്നത് മാസീവ് ആയിട്ടുള്ള ഈ എത്ര തന്നെ വന്നാലും ബ്രിട്ടീഷുകാരുടെ നമ്പർ, എത്ര ആൾക്കാർ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടോ അതിന്റെ 4 ഇരട്ടിയോ 10 ഇരട്ടിയോ ആണ് ഇന്ത്യയിലത്തെ ജനങ്ങള്. അപ്പൊ അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഫെയിലിയർ പതുക്കെ അവർക്ക് ഫെയിലിയർ അനുഭവിക്കാൻ, അവര് തോൽക്കാൻ തുടങ്ങി പല സ്ഥലത്തും. ഇനി ഇതിന്റെ കോഴ്സ് എങ്ങനെയാ വെച്ചാല്, തുടക്കം ഇത്രയും നേരം നമ്മൾ തുടക്കത്തിനെ പറ്റി പറഞ്ഞു. ഇനി കോഴ്സ് ഏതേത് വിധത്തിലാണ് ഈ വിപ്ലവം പോയിക്കൊണ്ടിരുന്നത്. 1857 45,000 ഇന്ത്യൻ യൂറോപ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. അതില് 2,03,000 റെഗുലർ ട്രൂപ്സും ഉണ്ട്. ഇത് കൽക്കട്ടയിലും ഡൽഹിയിലും കൂടിയാണ് 5 റെജിമെന്റ്സ് ആണ്. റെജിമെന്റ്സ് വെച്ചാൽ ഗ്രൂപ്പ്, 5 റെജിമെന്റ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ മെയ് 11 ഡൽഹിയിലുള്ളവർ, മീററ്റിലുള്ളവരെല്ലാരും കൂടെ ഡൽഹിയിൽ വന്ന് ബഹാദൂർ ഷാനെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞു. എന്നിട്ട് അങ്ങേരെ വെരി എൽഡർലി പേഴ്സൺ ആണ്, പ്രായമായ എംപറർ ആണ്, ലാസ്റ്റ് റൂളർ ആണ് മുഗൾ ഡൈനാസ്റ്റിന്റെ. അങ്ങേര് ഷേൻഷാ ഓഫ് ഹിന്ദുസ്ഥാൻ, ഷേൻഷാ എന്ന് പറഞ്ഞാൽ രാജൻ അല്ലെങ്കിൽ ചക്രവർത്തി എന്നുള്ള അർത്ഥത്തിലേക്ക് അങ്ങേരെ ഞങ്ങളുടെ നേതാവ് ബഹാദൂർ ഷാ എന്ന് പറഞ്ഞ് അവര് പ്രൊക്ലെയിം ചെയ്യാണ്. ഇനി അടുത്ത സ്റ്റേജിൽ എന്താ പറയുക, ജൂണില് പല സ്ഥലത്തും ചെറിയ ചെറിയ കാര്യങ്ങളില് ചെറിയ കൺട്രികളിലും ഇതേമാതിരി മ്യൂട്ടിനീസ് തുടങ്ങാൻ തുടങ്ങി. ലക്നൌവില്, ബലന്തപൂരില്, എറ്റ്വായില്, മധുരയില്, ബരേലിയില്, കാൺപൂരില്, ഝാൻസിയില്, നിമാച്ചില്, മൊർദാബാദില്, സരൻബാദ്, എല്ലാ സ്ഥലത്തും നോർത്ത് ഇന്ത്യ മുഴുവൻ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഈ വിപ്ലവം പെട്ടെന്ന് പരക്കുകയാണ്. കാട്ടുതീമാരി പരന്ന് അവർ യൂണൈറ്റ് ആകുകയാണ് ആൾക്കാരെല്ലാം കൂടെ. ജൂൺ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും മിഡിലായത് ജൂണിന്റെ പാതിയും സെപ്റ്റംബറും 1857 ആകുമ്പോഴത്തേക്കും ഗ്വാളിയാറില്, മോവാല്, സിലാഘട്ടില്, ബീഹാറില്, ദാനാപൂരില്, ഖസറിയാബാദില്, റാഞ്ചിയില്, ബഹൽപൂരില്, നാർക്കോട്ടില്, ജബൽപൂരില് ഇത് സ്പ്രെഡായി. അപ്പോൾ എല്ലാവർക്കും അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി, നമ്മളെ ഇവര് ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇവരെ പുറത്താക്കാൻ പറ്റുന്നുള്ളതും അവർക്ക് മനസ്സിലായി. അപ്പൊ അവരെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ തുടങ്ങി. ഇനി ഈ കോഴ്സില് ഇവര് ഗംഗയിൽ നിന്ന് മീററ്റിലേക്കും ഡൽഹിയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന്റെ ഇടയിൽ ഓരോ സ്റ്റേഷനിലും ഓരോ സ്ഥലത്തും പോയി പറഞ്ഞ് മനസ്സിലാക്കി ആൾക്കാർക്കും അവയർനെസ് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞ് ജോയിൻ ചെയ്യിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ജോയിൻ ചെയ്യാണ്. 30 1857 ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള ഒരു റൂമർ ഉണ്ടാക്കി. അതായത് നോർത്ത് ഇന്ത്യയിലെ മുഴുവനുള്ള വെള്ളക്കാരെയും ഞങ്ങള് നശിപ്പിക്കുന്നുള്ള ഒരു ഫാൾസ് റൂമർ ഉണ്ടാക്കി. അതായത് വ്യാഖ്യാതി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫാൾസ് അജണ്ട ഉണ്ടാക്കി പറയുകയാണ്. ഈ റൂമർ എന്തുകൊണ്ടാണ് ഈ റൂമർ വരുന്നതെന്ന് വെച്ചാല്, ബ്രിട്ടീഷുകാരുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാര് മോശക്കാരാണ്, അവരെ നമുക്ക് തുടച്ചു നിൽക്കണം. മാത്രമല്ലെങ്കിൽ അവർക്കൊരു ഇന്ത്യക്കാർക്കൊരു തോന്നല് നമ്മളുടെ റിലീജിയൻ നമ്മളെ മാറ്റും, അവരെല്ലാരും ഞങ്ങളെ ക്രിസ്ത്യാനിയാക്കി മാറ്റാൻ പോവാണ് എന്നുള്ള ഒരു തോന്നല്. അപ്പൊ ഈ 2 ആക്ഷൻസ് കൂടെ ഇവര് ഓരോരുത്തരെയും റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്ക് പറ്റുന്ന ഒരു മനസ്സിൽ തോന്നുന്ന ഒരു തെറ്റായ ധാരണയാണ്. പിന്നെ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാല് ഏതേത് സ്ഥലങ്ങളിലൊക്കെ ഇവർ താമസിക്കുന്നുണ്ടോ ആ താമസ സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കാം. പിന്നെ ബ്രിട്ടീഷുകാരുടെയും ഗവൺമെന്റ് ട്രഷറിയും
ജയിലും എല്ലാം പിടിച്ച, ജയിലിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഓൾറെഡി ജയിലിന്റെ അകത്ത് കിടക്കുന്നവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് എതിർപ്പുള്ളവരാണ്. അവർക്ക് ഇവരോട് ഇവരെ ഫ്രീ ആക്കുമ്പോൾ ഇവരോട് സന്തോഷമേ വരുള്ളൂ. അങ്ങനെ അവരും ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു കോഴ്സ്. ഇനി ഇതിൽ സാധാരണക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്താ നോക്കാം. സാധാരണക്കാരായിട്ടുള്ളവര് എങ്ങനെയാണ് ബ്രിട്ടീഷ് ഈ റിവോൾട്ടിനെ അല്ലെങ്കിൽ വിപ്ലവത്തിനെ സപ്പോർട്ട് ചെയ്തത്? അവര് ഓരോ സ്ഥലത്തും അവര് ചപ്പാത്തികളൊക്കെ ഓരോ സ്ഥലത്തേക്കും പാക്ക് ചെയ്ത് ഫുഡ് തീർന്നു പോവല്ലോ. നമ്മളിപ്പോ കാണുന്നില്ലേ യുക്രൈനില് അടിച്ച് തകർക്കുന്നത്. ഫുഡ് ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും ചപ്പാത്തീസ് ഒക്കെ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തേക്കും കൊടുത്തേക്കുക. അതിനൊക്കെ ഓരോ ഉദ്ദേശമുണ്ട്, ഓരോ മീനിങ്സോടെ ആയിരിക്കും അവരുടെ പാർട്ടിസിപ്പേഷൻ. അതായത് സാധാരണക്കാരായ ആൾക്കാർ ഫുഡ് സപ്ലൈ ചെയ്യുക, വാട്ടർ സപ്ലൈ ചെയ്യുക, ക്ലോത്ത്സ് സപ്ലൈ ചെയ്യുക, അങ്ങനത്തെ പല വിധത്തിലുള്ള. പിന്നെ അടുത്ത രാജ്യങ്ങളിലുള്ളവര്, അതായത് നെയ്ബേഴ്സ്, നമ്മളുടെ അടുത്ത വില്ലേജിലുള്ളവര് എല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്ത് കാസ്റ്റ് എന്ത് വേണേ ആയിക്കോട്ടെ, മതം എന്തായിക്കോട്ടെ, പക്ഷെ നമ്മൾ യുണൈറ്റ് ആയിട്ട് നിൽക്കണം. യുണൈറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എതിർക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ അവയർനെസ് മനസ്സിലാക്കി. പിന്നെ എല്ലാ സ്ഥലത്തും അവർ ഒരേ മാതിരി തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാ സ്ഥലത്തിലും ഉള്ള സ്കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ ടാക്സ് കളക്ടേഴ്സിനെ പിടിക്കുക, കോർട്ട് ഒഫീഷ്യൽസിനെ പിടിക്കുക, അവരുടെ കയ്യിലുള്ള പോലീസിനെ കൊടുക്കുക, അല്ലെങ്കിൽ ബനിയ എന്ന് പറയുന്നത് ഈ ലോൺ കൊടുക്കുന്ന ആളാണ്, നമ്മൾ പലിശക്കാരൻ എന്ന് പറയും ഇവിടെ. അവരെ പിടിക്കുക, അവരുടെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ, സ്വത്തൊക്കെ നിർബന്ധമായിട്ട് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ട്രഷറി എല്ലാം ലൂട്ട് ചെയ്യും, പ്രിസേഴ്സിനെ കൊണ്ടുപോകും, കത്തിച്ച് പോവാണ്. മുന്നേറി പോകുമ്പോഴത്തേക്കും ഇതൊരു പ്രശ്നമായിട്ട്, വലിയൊരു പ്രശ്നമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞ് ഈ ന്യൂസ് ഇംഗ്ലണ്ടിൽ എത്തുന്നുണ്ട്. ഈ ന്യൂസ് ഇങ്ങനെ ഇംഗ്ലണ്ടിൽ കച്ചവടക്കാരായിട്ട് വന്നവർ എന്തിനാണ് അവിടെ ഈ അടിമത്വം അല്ലെങ്കിൽ അവരെന്തിനാ പിടിക്കാൻ പോയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ രാജ്യഭരണം ഇവർക്ക് എന്തിന്റെ ആവശ്യം? ഇവർക്ക് വന്നു ബിസിനസ് ചെയ്തു പോണം. അപ്പോൾ ഇവർക്ക് പണം ഉണ്ടാക്കുന്നത് കൂടെ അല്ലാണ്ട് രാജ്യം പിടിച്ചടക്കാനുള്ള ഒരു തോന്നൽ വന്നു. അതാണ് അവിടെ കൂടുതലായിട്ട് വന്നത്. അപ്പോഴാണ് റിയാക്ഷൻ വരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറയുന്നു എന്തൊക്കെയാണ് ഇവരൊക്കെ ഡൽഹി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഡൽഹി അടക്കി കഴിഞ്ഞപ്പോ അവർ അടുത്ത രാജ്യങ്ങൾക്കൊക്കെ ഈ റൂളേഴ്സ് ഒരു മെസ്സേജ് കൊടുക്കും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. റബൽസ് എന്ന് പറയുന്നത് വിപ്ലവകാരികൾ മറ്റുള്ള രാജാക്കന്മാരോടൊക്കെ സഹായം അഭ്യർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളെ സഹായിക്കുക, എല്ലാ വിധത്തിലും സഹായിക്കുക. പിന്നെ ഡൽഹിയില് കോർട്ട് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കി. അതിൽ 10 മെമ്പർ ഉണ്ട്. ഈ 10 മെമ്പറിൽ നിന്ന് 6 പേര് ആർമിയിൽ നിന്നുള്ളവരായിരിക്കണം. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്ന്. 4 പേര് പുറത്തുനിന്നുള്ളവരും അടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരും. പക്ഷെ എങ്ങനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയാലും ഇത് എങ്ങനെ പ്രാപ്തിപ്പെടുത്തണം എന്ന് വെച്ചാൽ വോട്ടിംഗ് വെച്ചിട്ട് വേണം ഇത് നടത്തിക്കൊണ്ടുവരാൻ. എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിന് ഒരു മെജോറിറ്റി വോട്ടിംഗ് കൊണ്ടുവരണം. അതാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി ഈ വിപ്ലവകാരികൾ വെച്ചിട്ടുള്ള കണ്ടീഷൻ ഒന്ന്, എന്ത് ഓർഡർ ഡൽഹിയിൽ നിന്ന് വന്നാലും അനുസരിച്ചിരിക്കണം. 3, വസിയർ ഈ ആർമിയുടെ സെലക്ട് എടുക്കുന്ന ആളായിരിക്കണം വസിയർ. ആർമി ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരുടെ ആർമിയുടെ സമ്മതം മേടിച്ചിരിക്കണം. ഇതാണ് ഇവര് പറഞ്ഞ റെബൽസ്, അതായത് വിപ്ലവകാരികൾ പറഞ്ഞിട്ടുള്ള ഓർഡർ അല്ലെങ്കിൽ കണ്ടീഷൻ. ഇവിടെ നമ്മള് അവതിലുള്ള റെബല്ലിയസ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് സ്ട്രക്ചർ വേറെ 2 കാര്യങ്ങളും കൂടെ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ്, സെപ്പറേറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബ്യൂറോക്രാറ്റും അല്ലെങ്കിൽ ഒരു സ്ഥാനാധിപതിയും കോർട്ട് ഒഫീഷ്യലും ഒരു ഓർഗനൈസേഷനോ പേയ്മെന്റ്സോ നടത്താൻ പാടില്ല. ഒരു മിലിറ്ററി സെല്ലില് സിപ്പായിസിനെയും റെബല്ലിയസിനെയും കോർട്ട് ഓർഡറിൽ കൊണ്ടുവരാൻ പാടില്ല. ഇങ്ങനെയാണ് അവരുടെ കണ്ടീഷൻ. ഓക്കെ, അടുത്ത് ഇനി ഇവര് എന്തൊക്കെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് നോക്കാം. ഓരോ മെത്തേഡും, താലൂക്ക്ദാർ എന്ന് വെച്ചാൽ താലൂക്ക് ഓഫീസർ എന്ന് പറയാം. അവിടെ ഒരാൾ താലൂക്ക്ദാർ ഒന്നും ഇല്ല.
അപ്പൊ അങ്ങനെ വരുമ്പോ താലൂക്ക്ദാർ എന്ന് പറയുന്ന ഓഫീസേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത്, ജമീന്ദാർ ഇല്ലാത്ത സ്ഥലത്ത് ലാൻഡിനെ പറ്റിയുള്ള റിവോൾട്ട്, സ്ഥലകാലങ്ങളിലുള്ള റിവോൾട്ടിനെ എങ്ങനെ കൊണ്ടുപോകാം? അവിടെ ഗൈഡ് ലൈൻസ് കൊടുത്തു. സിപ്പോയിമാര് എങ്ങനെ പെരുമാറണം, കമാൻഡേഴ്സ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഇവര് റബൽസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞു ഈ റൂളേഴ്സ്, അതായത് ഏതേത് അഭിപ്രായങ്ങൾ നമ്മൾ എടുക്കുന്നോ അതിന് ഓർണമെന്റ്സ്, ഈ സമയത്തൊന്നും ഇവർക്ക് ശമ്പളമൊന്നും ഇല്ല. ആ സമയത്ത് ഓർണമെന്റ്സിനെയും കോയിൻസ് ആക്കി മാറ്റി ഇതിനെ ഒരു വിധത്തില് ട്രൂപ്പിന്റെ സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സപ്രഷൻ ഉണ്ടാക്കുകയാണ്. കോളനിയിലുള്ള ബ്രിട്ടീഷുകാര് അവരെ അടിച്ചമർത്താൻ നോക്കും. സപ്രഷൻ എന്ന് വെച്ചാൽ അടിച്ചമർത്തുക. ഓക്കെ, അത് നോക്കുമ്പോഴത്തേക്കും എന്ത് വിധത്തിലാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ദൂരത്തുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങള്, പെഷവാറ്, കോലാപൂര്, സിംഗാപ്പൂർ, മെഡ്രാസ് എല്ലാത്തിനെയും അടിച്ചമർത്തി അവരെ നിർത്താൻ പറ്റി. 39,000 ആൾക്കാര് ട്രൂപ്പിനെ ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്തു. ലണ്ടനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നു അവരെ കൊണ്ടുപോകാൻ. അവര് കൊണ്ടുപോയി. സപ്രഷനാണ് അടുത്തത്. മ്യൂട്ടനീസ്, അതായത് ഈ ഫൈറ്റ് ചെയ്യുന്നവരെ പുറത്താക്കുക, ഓടിച്ചു കളയുക. അറയെന്നും ഗയെന്നും ഗസിയാബാദെന്നും ബഹാറിൽ നിന്നും ഓടിച്ചു മാറ്റി. റബല്യസ് ആയിട്ടുള്ള റബൽസിനെ ലക്നൌവിലേക്ക് മാറ്റി. പിന്നെ റബൽസിന് ഏറ്റവും കുറവായിട്ടുള്ള ഇത് കൊടുക്കുക, ആംസ് ആൻഡ് അമ്യൂണേഷൻസ് കൊടുക്കുക. വർക്ക്ഷോപ്പ് ഒന്നും ഇല്ല, അവർക്ക് റിപ്പയർ ഇല്ല, അപ്പൊ ഗൺസും ഇല്ല. പിന്നെ ഇതൊക്കെ പ്ലാന്റ് അറ്റാക്ക് ചെയ്യുന്നത് ഒരു ബ്രിട്ടീഷുകാരെ മാറ്റാൻ മതി. പ്രോബ്ലംസ് ആണെങ്കിൽ റബൽസ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് വെച്ചാല്, റാണി ഝാൻസി വഴക്കിന്റെ കൂടെ വാർ ഫ്രണ്ടില് മരിക്കുകയാണ്. അപ്പൊ ലീഡർ, ആ നല്ല ലീഡർ ആയിരുന്നു, അവര് പോയി. നാനാ സാഹിബ്, അങ്ങേര് അഡോപ്റ്റഡ് സൺ നാനാ സാഹിബും ലീഡർ ആയിരുന്നു, പെഷവ, ലാസ്റ്റ് പെഷവ. അങ്ങേരിന്റെ മ്യൂട്ടനിയില് അങ്ങേര് അവിടെ നിന്ന്, ഇതൊക്കെ പ്രോബ്ലംസ്. കാരണം ഒരു നേതാവില്ലെങ്കിൽ താഴെയുള്ളവർ പെട്ടെന്ന് മാനസികമായിട്ട് തളർന്നു പോകും. അങ്ങേര് നേപ്പാളിലേക്ക് പോയി. കുൻവർ സിംഗ് ആറാലുള്ളവര് ഇവിടെ ഫൈറ്റിങ്ങില് 1858 ഗാസിയാപൂർ ഫൈറ്റിംഗിൽ വെച്ച് മരിക്കുന്നു. ബേഗം ഹസരത് മഹൽ അവരും ഇവിടുന്ന് നാടിനെ വിട്ടിട്ട് സ്വയരക്ഷാർത്ഥം നേപ്പാളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പ്രോബ്ലംസ് മലവി അബ്ദുള്ള, ഒരു ബോർഡറിലുള്ള രോഹിൽഖണ്ഡില് അങ്ങേരും ജൂണില് 1858 മരിച്ചു പോന്നു. താന്തിയ തോപ്പ് ജുന കൽപ്പിയില് ഗ്വാളിയറിൽ എത്തിയെങ്കിലും നർമ്മദ ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അങ്ങേരെ അവിടെ വെച്ച് പിടിക്കുകയും അങ്ങേരെ കൊല്ലുകയും ചെയ്യുന്നു 1859. അപ്പോൾ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസ് ഒക്കെ ഈ റബൽസ് ഇവർക്ക് വളരെ കാര്യമായിട്ട് അത് അഫക്ട് ചെയ്യും. അവർക്ക് സപ്ലൈ ഇല്ല, ലീഡർ ഇല്ല, കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അവർ പോകും. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇത് കഴിഞ്ഞ ശേഷം എന്താ പറ്റുന്ന വെച്ചാല് 1857 ഈ പ്രശ്നങ്ങൾ നമ്മുടെ ബ്രിട്ടീഷിലെത്തും. ബ്രിട്ടീഷ് കൺട്രോള് അവർ തിരിച്ചൊരു ഓർഡർ കൊടുത്തു, നിങ്ങൾ ഈ പ്രിൻസ്ലി സപ്പോർട്ടിന് റിവോൾട്ട് ഉണ്ടാക്കി ഒരു കാരണവശാലും അവരുടെ കാര്യങ്ങളിൽ തലയിടരുതെന്ന് പറഞ്ഞൊരു അഡോപ്ഷൻ കൊടുത്തു. ഇനി ലാൻഡ് ലോർഡ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, അവരുടെ ലാൻഡിന്റെ സ്ഥലങ്ങളൊക്കെ കോൺഫിസ്കേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ആ ലാൻഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം 17 ലക്ഷം രൂപയുള്ള ലാൻഡിനെ എടുക്കുക, എന്നിട്ട് ദാനം കൊടുക്കുക. ലാൻഡിന്റെ സ്ഥലം പിടിച്ചെടുക്കുക, പിന്നെ അത് ദാനമായിട്ട് റിവാർഡായിട്ട് കൊടുക്കുക. റിവാർഡായിട്ട് കൊടുക്കുമ്പോഴും അതിനെ ഏറ്റവും വലിയതായിട്ട് നോക്കിയത് ലാൻഡ് ലോർഡ്, വലിയ വലിയ പണക്കാരെയാണ് നോക്കി കൊടുത്തത്. പിന്നത്തെ കാര്യം, ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് നിങ്ങൾക്കില്ല ഒരു കാരണവശാലും. ലക്നൌവിൽ ഒരു പ്രൊക്ലമേഷൻ ചെയ്തിട്ട് ലാൻഡ് പ്രോപ്പർട്ടി ടാക്സ് നിർത്തി. പ്രിൻസുമാരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? ക്വീൻസ് പ്രൊക്ലമേഷൻ, ഇത് ബ്രിട്ടീഷ് ക്വീനിന്റെ പ്രൊക്ലമേഷൻ ആണ്. അവിടെ നിന്ന് ഒരു ഡിക്ലറേഷൻ വന്നു, ഒരു കാരണവശാലും ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല, ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ അഡോപ്ഷൻ ചെയ്യാൻ പാടില്ല. ടെറിട്ടറിയും മോണിറ്ററി ബേസിസിലും രാജാക്കന്മാരെയോ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഓർഡർ വന്നു. ഓർഡർ വന്നിട്ട് ഇവിടെ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാല് 22,658 വില്ലേജ് തിരിച്ചവർക്ക് കൊടുക്കാണ്.
ആർക്ക്? താലൂക്ക്ദാർ. എന്തിനാ കൊടുക്കുന്ന? അവരും നമ്മളോട് ലോയലായിട്ട് നിന്നത് കൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് താൽക്കാലി സെറ്റിൽമെന്റ് വഴി വില്ലേജിലുള്ളവരെ അവധ് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഓപ്പോസിഷൻ വരുന്നു. അഗ്രേറിയൻ സ്ട്രൈക്കില് അതായത് ഫേസ് വിത്ത് അഗ്രേറിയൻ സ്ട്രൈക്കിൽ വരുന്നവർക്ക് റെന്റൽ ഡിമാൻഡ് ആയിട്ട് താലൂക്കാറിന് ഓരോ കാര്യത്തില് ഫിക്സഡ് എമൗണ്ട് 1862 പറ്റുന്നു. ഇന്ത്യ അത് കൂടാണ്ട് ഇവർക്ക് ഈ ചെറിയ കാരണത്തിലും പ്രൈമറി ആയിട്ടുള്ള 12 വർഷത്തെ ഒരു റൈറ്റ് കറിയാണ്. 12 വർഷം കഴിഞ്ഞാൽ ആ റൈറ്റ് ഇല്ല. ഇനി ആർമിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു? ആർമിയിലെ ചാൾസ് വുഡിന്റെ ഒരു ആർമി വരികയാണ് ഇവിടെ. 1861 ഒരു ബ്രിട്ടീഷിന്റെ ഒരു കോളനി ഇതിനെ അടച്ചമർത്താനുള്ള ഒരു സിസ്റ്റം. സോ അവധിലുള്ളവരെയും ബീഹാറിലുള്ളവരെയും സെൻട്രൽ ഇന്ത്യയിലുള്ളവരെയും വിളിപ്പിച്ചിട്ട് അവരെയൊക്കെ ഡിക്ലെയർ ചെയ്തു നോൺ മാർഷ്യൽ എന്നുള്ള ഗ്രൂപ്പിലാക്കി റിക്രൂട്ട് ചെയ്തു. അല്ലെങ്കിൽ അത് അവരെ മാറ്റി, അവരുടെ പ്രതിച്ഛായ മാറ്റി. അവർ നോൺ മാർഷ്യൽ ആണ്. റിക്രൂട്ട്മെന്റ് അവിടുന്ന് ഈ ഭാഗത്ത്, അതായത് അവധിലും ബീഹാറിലും സെൻട്രലിൽ നിന്ന് വരുന്ന റിക്രൂട്ട്മെന്റ് കുറച്ചു. പിന്നെ സിഖ്, ഗൂർഖ, പത്താൻ ഇവരെയൊക്കെ മാർഷ്യൽ ഗ്രൂപ്പ് നാക്കി. എന്നിട്ട് അവരെ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്തു. ആ ലാർജ് നമ്പറിൽ റിക്രൂട്ട് ചെയ്ത് ആർമിയിലേക്ക് വെച്ചു. അവർ സ്ട്രോങ് ആണ് കുറച്ചുകൂടെ. കമ്മ്യൂണിറ്റി ലെവലിലും കാസ്റ്റ് ലെവലിലും ട്രൈബൽ ലെവലിലും ഉള്ളവരെ ഒബ്സ്ട്രക്ട് ചെയ്യും. അവരോട് ഇനി സിപ്പായ്സിന് അവധ് എന്നുള്ളതും റോയലായിട്ട് നമ്മളുടെ അടുത്ത് ഇത് നിൽക്കുന്നവരെ മാത്രം എടുത്താൽ മതി എന്നുള്ള ഒരു ഓർഡർ കൊണ്ടുവന്നു. ഇനി ബ്രിട്ടീഷിന്റെ പോളിസി ആഫ്റ്റർ ഈ റിവോൾട്ടിന്റെ കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് പാസ് ചെയ്യുക. ഈ ആക്ട് പ്രകാരം 1858 റോയൽ ക്വീൻസ് പ്രൊക്ലമേഷൻ പ്രകാരം വരുന്നത് ഇനി മുതൽ ബ്രിട്ടീഷ് രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ അണ്ടർ ദ ക്രൗൺ, ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ആയിരിക്കും. ക്വീനോ ക്രൗണോ കിങ്ങോ ആയിരിക്കും. ക്രൗൺ എന്ന് വെച്ചാൽ തലപ്പത്ത് എന്നുള്ളത്. പിന്നെ ഇവരൊക്കെ എല്ലാരും ആരൊക്കെയാണോ ഈ ആർമിയിൽ സമ്മതിച്ചത് 1859 മുതൽ അവരുടെ തെറ്റിനെ പാഠം ചെയ്ത് അല്ലെങ്കിൽ ക്ഷമിച്ച് അവരെ വിടും. അങ്ങനെയാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത്. ഇവർക്ക് ഓപ്പൺ ആയിട്ട് സർവീസ് കൊടുക്കാൻ, എല്ലാവർക്കും സർവീസ് കൊടുക്കാൻ പറ്റും. പിന്നത്തത് കസ്റ്റംസിനെ പൊടിയാൻ പറ്റും. ബഹാദൂർ ഷാനെ റിവോൾട്ട് ചെയ്ത് മാറ്റി മുസ്ലിം റെസ്ട്രീം കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നു. ചേഞ്ചസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നതെങ്കിൽ കൂടെയും ബ്രിട്ടീഷിന്റെ ഭരണം, നേരിട്ടുള്ള ഭരണം ഈ കുറച്ചുകൂടെ സ്ട്രോങ് ആകുകയാണ് ലേറ്റർ ഓൺ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈ ബ്രിട്ടീഷുകാരെ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് തുടങ്ങുന്നത് ആ സമയത്താണ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഫോറിൻ റൂൾ നിർത്തണം, ഒരു കാരണവശാലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടെന്ന് ഗാന്ധിജി വരുന്നു. കാരണം ഇന്ത്യ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ 47 വാർ 1847 വാറിന്റെ ശേഷം 1947 വരെ ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്. ഈ ലെസൺ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ലെസൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. അത് വളരെ കാര്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. കാരണം ഇതൊരു 20 മാർക്ക് ക്വസ്റ്റ്യന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഇതിൽ ഡീപ്പായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ നല്ല വൃത്തിയായിട്ട് വായിച്ചു വരെ ഒരു യുദ്ധത്തിന്റെ തുടക്കം, കാരണങ്ങൾ, അണ്ടർലൈൻ കാരണങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ, അത് കഴിഞ്ഞ് യുദ്ധം എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് അത് ഏത് വിധത്തിൽ പുരോഗമിച്ചു, എങ്ങനെ പുരോഗമിച്ചു, അത് കഴിഞ്ഞിട്ട് ആ പുരോഗമനം കഴിഞ്ഞ് ആ വാറിനെ എങ്ങനെ കൊണ്ടെന്ന് അവസാനിപ്പിച്ചു, ആ വാറ് കഴിഞ്ഞ ശേഷം അതിൽ എന്തായിരുന്നു അതിന്റെ പരിണാമം, വാറിന്റെ ശേഷം ഈ യുദ്ധത്തിന്റെ അവസാനം എന്തായിരുന്നു, അവിടെ വരുന്നത് ബ്രിട്ടീഷ് അണ്ടർ ദ ക്രൗൺ ആണ്. ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിൽ നമ്മൾ ഭരിക്കപ്പെടുന്നു. അതായത് ക്വീൻ ആണ് ആ സമയത്ത് ബ്രിട്ടനിലെ എംപറസ്. അപ്പൊ അവരുടെ കൺട്രോളിൽ വരുമ്പോ ആ സമയത്തും പിന്നെ നമ്മൾ കാണുന്നത് സീരിയസ് മാറ്റേഴ്സ് ആണ്. സീരിയസ് മാറ്റേഴ്സ് വന്നു കഴിയുമ്പോഴാണ് സീരിയസ് ആയിട്ടുള്ള, നമ്മൾ പറയും ഇംഗ്ലീഷിൽ ഫ്രം ദ ഫയർ ടു ദ
ഫ്രം ദ പാൻ ടു ദ ഫയർ എന്നുള്ള മാതിരി ഈ അടുപ്പിൽ നിന്ന് തീയിലേക്ക് വീഴുന്ന മാതിരി കുറച്ചുകൂടെ കഷ്ടങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങാനും നാഷണൽ മൂവ്മെന്റ് തുടങ്ങാനുള്ള കാരണമായിട്ട് വന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ 5 വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. നന്ദി, നമസ്കാരം.